നമസ്കാരം. HSAക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു പുതിയ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ 7 ദിവസത്തേക്ക് HSAയുടെ എല്ലാ വിഷയങ്ങൾക്കും ഓൾ സബ്ജക്ട്സ് 5 ഔട്ട് ഓഫ് 5 സീരീസ്. നമുക്കറിയാം HSAക്ക് 5 മാർക്കാണ് പെഡഗോഗിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 5-ൽ 5 നമുക്ക് നേടാൻ സാധിക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ. അത്തരത്തിൽ 5-ൽ 5 നേടാൻ എല്ലാ സബ്ജക്റ്റുകാർക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള കോമൺ പെഡഗോഗി ചോദ്യങ്ങളാണ് ഈ 7 ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ഇത് ഈ സീരീസിന്റെ സീസൺ 1 ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ എന്നനുസരിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ബാക്കി സീസണുകളെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ദെൻ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്, ഈ വരുന്ന 7 ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് കേരള PSC ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള വിവിധ PSC എക്സാമുകളിൽ HSA എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള HSAയുടെ ക്വസ്റ്റ്യൻസ് ആണ്. പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് എത്തുക. വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും 5 ചോദ്യങ്ങൾ വീതം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ 5 ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് സ്വയം വിലയിരുത്തുക. ഈ സീസൺ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ടെലഗ്രാം ചാനലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ചാനലിൽ ഇതിന് മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ചാനലിൽ ഈ സീസണിന്റെ എൻഡിൽ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസ് ഉള്ള PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ടോ, എന്തെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് വേണം നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണോ, ഇനിയുള്ള സീസൺസ് വേണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട്. കൂടുതൽ ഞാൻ ഇൻട്രോ നീട്ടുന്നില്ല. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 5-ൽ എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നമ്മുടെ ലക്ഷ്യം അവസാനത്തിലേക്ക് എത്തുമ്പോൾ 5-ൽ 5 നേടാൻ പാകത്തിന് നമ്മൾ വളരുക എന്നുള്ളതാണ്. ഇതിനു മുമ്പത്തെ HSA എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾ ഇതാ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. The hierarchical order of taxonomy of cognitive domain as per the revised Bloom's taxonomy is. ബ്ലൂംസ് ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നത് കാണാൻ പറ്റും. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയൊക്കെ. അതിലെ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്തായാലും ഏതാണ് ഈ ഹൈറാർക്കിയൽ ഓർഡർ എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് കൃത്യമായിട്ട്. അത് അപ്ലൈയിങ്, അനലൈസിങ്, സിന്തസിങ്, ഇവാലുവേറ്റിംഗ് ആണോ, അതോ അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് ആണോ, അപ്ലൈയിങ്, അനലൈസിങ്, സിന്തസിങ്, ക്രിയേറ്റിംഗ് ആണോ, അപ്ലൈയിങ്, അനലൈസിങ്, ക്രിയേറ്റിംഗ്, ഇവാലുവേറ്റിംഗ് ആണോ? ഇതിൽ ഏത് ഓർഡറാണ് ശരിയായിട്ടുള്ളത്? കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പീരീഡ് ആയിട്ടൊക്കെ ഒരു പിരമിഡൽ ഷേപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തിയറിയിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല. ഈ സീരീസിൽ നമ്മൾ ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തിയറിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ തിയറി പോർഷൻസ് ആവശ്യമുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കുകളെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ ഫോക്കസ് ചെയ്യാണ്. ഇവിടെ അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസർ. നിങ്ങൾ ശരിയാക്കിയോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്താം. ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്യപ്പെടുന്നത് 2001 കാലഘട്ടത്തിലാണ്. അതിലെ 6 ലെവലുകൾ റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്, അനലൈസിംഗ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് എന്നുള്ളതാണ്. ആ ഓർഡർ ഓപ്ഷൻ Bയിൽ നമുക്ക് അവസാനത്തെ 4 സ്റ്റെപ്പുകൾ ഓർഡറിൽ കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് 2 എണ്ണം കൂടിയുണ്ട്: റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ എന്താണ് റിമെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ? റീകോൾ ഫാക്ട്സ് ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ്. അപ്ലൈങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഇൻഫർമേഷൻ ഇൻ ന്യൂ സിറ്റുവേഷൻ. നമ്മൾ ആ ഇൻഫർമേഷൻ പുതിയ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാനാവുകയാണ് അല്ലേ? റിമെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് ഫാക്റ്റുകളെയൊക്കെ. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്സിന്റെ ഐഡിയാസിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെ പുതിയൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്ലൈങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അനലൈസിംഗിലേക്ക് വരുമ്പോൾ ഡ്രോ കണക്ഷൻസ് എമോങ് ഐഡിയാസ് ആണ് അനലൈസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനലൈസ് ചെയ്യുക, ഐഡിയാസ് തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കി കണക്ട് ചെയ്തെടുക്കുക. ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിഫൈ എ സ്റ്റാൻഡ് ഓർ ഡിസിഷൻസ്. ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് വരിക. ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ന്യൂ ഓർ ഒറിജിനൽ വർക്ക്. നമുക്ക് ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 6 ലെവലുകളായിട്ട് കൃത്യമായിട്ട് ഡൊമൈൻ ഹൈറാർക്കി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂംസ് ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ആശയങ്ങളും പഠിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മൈക്രോ ടീച്ചിങ്? അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മൈക്രോ ടീച്ചിങ്. ആവർത്തിച്ച് വിവിധ HSAകളുടെ വിഷയങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 5ഉം HSAക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവിടെ ദ സ്റ്റുഡന്റ് ടീച്ചർ കോൺസെൻട്രേറ്റ്സ് ഓൺ പ്രാക്ടീസിങ് എ നമ്പർ ഓഫ് സ്കിൽസ് അറ്റ് എ ടൈം. It is scale down teaching. It helps the student teacher to get an immediate feedback. It does not need sophisticated gadgetry to put into practice. ഏതാണ് ഇതിൽ നോട്ട് റിലേറ്റഡ് ടു മൈക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരാത്ത ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാം സ്കെയിൽ ഡൗൺ ആണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കിന് സഹായിക്കും. അതിന് പ്രത്യേകിച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ഗാഡ്ജറ്റീസോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം, സ്റ്റുഡൻസ് ടീച്ചർ കോൺസെൻട്രേറ്റ്സ്
ഓൺ പ്രാക്ടീസിങ് എ നമ്പർ ഓഫ് സ്കിൽസ് എന്നുള്ളത് തെറ്റാണ്. അതേ സമയത്ത് ഒരു സ്കില്ലിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്കിൽസ് അറ്റ് എ ടൈം എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പൊ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് രണ്ടും ശരിയായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എലമെന്റ്സ് ഓഫ് എ ടീച്ചിങ് മോഡൽ. ടീച്ചിങ് മോഡലുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ എലമെന്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഫിക്സേഷൻ, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്. പ്രധാനമായിട്ടും സയൻസ് സബ്ജക്റ്റുകളിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. ഏതിൽ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ ഫിക്സേഷൻ അതിനകത്ത് വരുന്നില്ല. ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അതിനകത്ത് വരുന്നില്ല. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഈ എലമെന്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ കൂടി നോക്കി പോകാം. നമ്മൾ ആ പോയിന്റ്സിനെ ഒന്ന് കണക്ട് ചെയ്തുകൂടി ഓർത്തിരിക്കാൻ പാകത്തിന് മെയിൻ പോയിന്റ്സിനെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ സീരീസ് മുമ്പോട്ട് പോകുന്നത്. അതിൽ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഓർ ഫേസസ് ഇൻ ദ ടീച്ചിങ് പ്രോസസ്. അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഏതെല്ലാം സ്റ്റെപ്പുകളിലൂടെയാണ് ടീച്ചിങ് പ്രോസസ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കാണിക്കുന്നതാണ്, ആ സീക്വൻസിനെ കാണിക്കുന്നതാണ്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ, അതിന്റെ നേച്ചറും ക്ലാസ് റൂം എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെയാണ് സോഷ്യൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ടീച്ചർ സ്റ്റുഡന്റിന്റെ ആക്ഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ പറയുന്നത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസ് ആൻഡ് കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ. റിസോഴ്സ് അല്ലെ, നമുക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് റിസോഴ്സുകളും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മോഡൽ ഈസ് ആപ്ലിക്കബിൾ. നമ്മുടെ ഈ മോഡൽ എങ്ങനെയാണ്, ഏത് സിറ്റുവേഷൻസിലാണ് ആപ്ലിക്കബിൾ ആകുന്നത്, അതാണ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം, ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്, ഇത് എല്ലാ ടീച്ചിങ് മോഡലിന്റെ എലമെന്റ്സ് ആയിട്ട് വരുമ്പോൾ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ഫിക്സേഷൻ ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. നിങ്ങൾ എല്ലാവരും എഴുതും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ചോദ്യം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ ZPD ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാ പെഡഗോഗിക് ചോദ്യങ്ങളിലും എല്ലാ സബ്ജക്റ്റുകളുടെയും HSAകളിൽ ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട തിയറിയെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ബ്രൂണറും വൈഗോസ്കിയും ഗാർട്ട്നറും പിയാഷയും പാവലോയും തോണ്ടയ്ക്കും ഒന്നും നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിക്ക് സ്വയം എത്താൻ ചേരുന്ന ലെവലും മറ്റൊരാളുടെ സഹായത്തോടുകൂടി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലെവലും ഉണ്ടെന്നും ആ ലെവലുകൾക്കിടയിലുള്ള പോർഷനെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കാമെന്നും ഈ ലെവലുകൾക്ക് നിന്നും മുകളിലേക്ക് പോകാനായിട്ട് കുട്ടിക്ക് സ്കഫോൾഡിങ്ങിലൂടെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു വെച്ചത് നമ്മുടെ സ്വന്തം വൈഗോസ്കിയാണ്. മറക്കണ്ട, എല്ലാ എക്സാമുകളിലും ടീച്ചിങ് എക്സാംസുകളിലും ആവർത്തിക്കുന്ന ചോദ്യം, ആവർത്തിക്കുന്ന പേര് വൈഗോസ്കി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കൂ, എ ടീച്ചിങ് മെത്തേഡ് ഇൻ വിച്ച് ദ സ്റ്റുഡന്റ് ഈസ് പുട്ട് ഇൻ ദ പൊസിഷൻ ഓഫ് എ പയനിയർ ആൻഡ് ഷീ ഫൈൻഡ്സ് ഹിസ് ഹെർ അലോങ് ദ പാത്ത് ഓഫ് നോളജ് as did those who first discovered the facts, principles and laws which are now known to all is. ഒന്ന് ഇരുത്തി വായിച്ചിട്ടാണ് അതിന്റെ ആൻസർ എഴുതാൻ. ഡിസ്കവറി മെത്തേഡാണോ, ഹ്യൂറിസ്റ്റിക് മെത്തേഡാണോ, കൺസ്ട്രക്റ്റിവിസ്റ്റിക് മെത്തേഡാണോ, എൻക്വയറി മെത്തേഡാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രീവിയസ് ഇയർ HSAയുടെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ സ്റ്റുഡന്റിനെ നമ്മൾ ഒരു തുടക്കക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടെത്തുന്ന ഒരാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അയാളെ ഈ ഒരു ഫാക്ട് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ലോ കണ്ടെത്തുന്ന സമയത്ത് ആ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ആ വ്യക്തിയോ കടന്നു പോയിട്ടുള്ളത് പോലത്തെ സ്റ്റെപ്പുകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് സ്വയം ഈ സാധനം കണ്ടെത്താനായിട്ടുള്ള വഴികളിലൂടെ കടത്തിവിടുന്ന ഒരു പരിപാടി. അത് ഈ പറയുന്ന മെത്തേഡിൽ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്ഷൻ എല്ലാം ഡൗട്ട് അടിക്കാൻ സാധ്യതകളാണ്. നന്നായി പഠിച്ചെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പോൾ ആ ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ഫാക്റ്റുകളുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ ലോയുടെ ഒക്കെ ആ റൂട്ടിലൂടെ, ആ പാർട്ട് ഓഫ് നോളജിലൂടെ കടത്തിവിടുകയാണ് എന്ന് ഒരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആയിരിക്കും. ഡിസ്കവറി അല്ല, കൺസ്ട്രക്റ്റിവിസ്റ്റിക് അല്ല, എൻക്വയറി അല്ല, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അറിയണം, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതിൽ കുട്ടികളെ അല്ലെങ്കിൽ ലേണറിനെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ നോളജ് ഡിസ്കവർ ചെയ്യാനായിട്ട്, സ്വയം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ ആദ്യകാലത്ത് ഒരു സയന്റിസ്റ്റ് ഒറിജിനലി അയാൾ ആ ഫാക്റ്റുകളും പ്രിൻസിപ്പിൾസും ലോസും കണ്ടെത്തിയത്, അതേ റൂട്ടിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോബ്ലം സോൾവിങ്ങിനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും സെൽഫ് ഡിസ്കവറിക്കുമുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇൻഫർമേഷൻ ഡയറക്റ്റ് ടീച്ചറിൽ നിന്ന് കിട്ടുന്നതിന് പകരം അങ്ങനെ ആ റൂട്ടിലൂടെ കടത്തിവിട്ട് ആ കണ്ടെത്തി പഠിപ്പിക്കുന്ന രീതി ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് അവിടുത്തെ ആൻസർ. ഡിസ്കവറി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹ്യൂറിസ്റ്റിക് ലേണിംഗിൽ ഉള്ള ഒരു സാധനമാണ്, ബട്ട് ഒരു ഗൈഡഡ് ഡിസ്കവറിയാണ്. നമ്മൾ സഹായിക്കുന്നുണ്ട് അവിടെ, അല്ലേ? ഈ രീതിയിലല്ല, ഈ പറയുന്ന രീതിയിൽ ആ പ്രൊസീജിയറിനകത്തോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കടന്നു പോകാനുള്ള അവസരമല്ല ഡിസ്കവറിയിൽ കൊടുക്കുന്നത്. കൺസ്ട്രക്റ്റിവിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ടിങ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ലേണർ സ്വയം കൺസ്ട്രക്ട് ചെയ്ത് വരികയാണ് എക്സ്പീരിയൻസിലൂടെ. ഇത് പക്ഷേ
റീഡിസ്കവറിങ് ഹിസ്റ്റോറിക്കൽ നോളജ് എന്നുള്ളത് അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ റീഡിസ്കവർ ചെയ്യുന്ന പാത്തിലൂടെ പോകുന്ന മെത്തേഡ് അല്ല കൺസ്ട്രക്റ്റീവ് മെത്തേഡ്. നോളജ് സ്വയം കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. ഇൻക്വയറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ അവിടെ ക്വസ്റ്റ്യനിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റീട്രേസിംഗ് ദ പാത്ത് ഓഫ് ഒറിജിനൽ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെയും വരുന്നില്ല. അപ്പൊ ഡിസ്കവറി കണ്ടെത്തൽ നടത്തി ആ പാത്തിലൂടെ കടത്തിവിടുന്നു എന്നൊരാശയം ആ ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഒരു സംശയവും വേണ്ട, അത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആയിരിക്കും അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. സോ ഇന്നത്തെ 5 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾ വിലയിരുത്തുക. ഏത് മേഖലയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെല്ലാമാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സീസണുകളിൽ എന്തെല്ലാം രീതിയിൽ മെച്ചപ്പെടുത്താമെന്നൊക്കെ ഉള്ളത് ഫീഡ്ബാക്ക് ആയിട്ട് പറയണം. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ആവർത്തിച്ച് ചോദ്യം വരുന്നത് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മേഖലകളെക്കുറിച്ച് എന്തെങ്കിലും ക്ലാസ്സുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.